സഹായങ്ങൾ മിക്കവാറും സമയങ്ങളിലൊക്കെ നമുക്ക് അനിവാര്യമായി വന്നിട്ടുള്ള ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഏറെക്കുറെ ദിവസങ്ങളിലുമൊക്കെ പരസ്പരമുള്ള സഹകരണവും പരസ്പരമുള്ള സഹായങ്ങളും തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യമാണ്. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും മരണം വരെ നമുക്ക് ജീവിക്കാനും അങ്ങനെ കഴിയത്തുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സഹായത്തിന്റെ ഹസ്തം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് 1 ശമൂവേലിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിലുള്ള ഒരു വസ്തുതയാണ്. ആരായിരിക്കും നമ്മളെ മിക്കവാറും സഹായിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, അങ്ങനെയുള്ള പലരുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സഹായികളായിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയുമോ? ശത്രുക്കളെ ദൈവം നമ്മുടെ സഹായത്തിന് ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. തന്റെ ഹോളി സ്പിരിറ്റിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വേദപുസ്തകത്തെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ദാവീദാണ്. മിക്കവാറും പാസ്റ്റർമാരുടെയും ദൈവവചനം പ്രസംഗിക്കുന്നവരുടെയും ഒക്കെ ഒരു കേന്ദ്ര കഥാപാത്രം ദാവീദാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലരെങ്കിലും ഒക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, ദാവീദില്ലായിരുന്നെങ്കിൽ ഈ പാസ്റ്റർമാരൊക്കെ എന്ത് പ്രസംഗിക്കുമായിരുന്നു എന്നുള്ളത് തമാശ രൂപേണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്കിലും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇത്രയും വലിയൊരു മനുഷ്യൻ, ഒരുപാട് ദൈവാശ്രയമുള്ള ഒരു ദൈവപുരുഷൻ, അദ്ദേഹത്തെ കുറിച്ച് വേദപുസ്തകം ശബ്ദിക്കാതിരിക്കുന്നില്ല എങ്കിൽ നമുക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ വേദപുസ്തകം അദ്ദേഹത്തെ കുറിച്ച് ധാരാളമായി വാചാലമായി സംസാരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് പാസ്റ്റർമാർ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദാവീദുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ 4-5 അധ്യായങ്ങൾ ദാവീദ് ശൗൽ എന്ന രാജാവിനെ പേടിച്ച് പലയിടങ്ങളിലും പലായനം ചെയ്യുകയും ഒളിച്ചു താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സുപ്രധാനമായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദാവീദ് സീഫ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ ഇടയിൽ, സീഫ്യറുടെ ദേശത്ത് പോയി ഒളിച്ചു താമസിക്കുകയാണ്. അവരുടെ മരുഭൂമിയിലും പർവ്വത പ്രദേശത്തിലും ഒക്കെ ദാവീദ് അവിടെ താമസിക്കുകയാണ്. സീഫ്യർ ദാവീദിനോട് ഒരു ചതി ചെയ്യുകയാണ്. അത് ഇങ്ങനെയാണ്, ശൗലിന് ഈ വിവരം സീഫ്യർ അറിയിച്ചു കൊടുക്കുകയാണ്. നിന്റെ ശത്രുവായിരിക്കുന്ന ദാവീദ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുകയാണ്, ഇന്നടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് സീഫ്യർ ദാവീദിനെ കുറിച്ചുള്ള വിവരം ശൗലിന്റെ അടുക്കൽ അറിയിക്കുകയാണ്. ശൗൽ വരുന്നത് മനസ്സിലാക്കിയിട്ട് ദാവീദ് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറുകയാണ്. ദാവീദിനോട് കൂടെ ഏതാണ്ട് 400 ആൾക്കാരും ഉണ്ടായിരുന്നതായിട്ടാണ് 1 ശമൂവേൽ 23-ൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദാവീദും അവന്റെ കൂട്ടരും ഈ പർവ്വതത്തിന്റെ ഒരു ഭാഗത്തുകൂടി മുകളിലോട്ട് കയറുകയാണ്. അതിന്റെ മറുഭാഗത്തുകൂടി ശൗലും അവന്റെ പടയാളികളും ദാവീദിനെ പിടിക്കേണ്ടതിന് ഈ പർവ്വതത്തിന്റെ മറ്റൊരു വശത്തുകൂടി മുകളിലേക്ക് കയറുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ വളരെ രസകരമായ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാവീദ് ശൗലിനെ ഒഴിഞ്ഞു പോകേണ്ടതിന് ബന്ധപ്പെടുകയാണ്. തീർച്ചയായിട്ടും ദാവീദ് അവിടെ പിടിക്കപ്പെടുമെന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ദാവീദ് അതുകൊണ്ട് തന്നെ ശൗലിനെ ഒഴിഞ്ഞു പോകാൻ വളരെയധികം ബന്ധപ്പെടുകയാണ്. എന്നാൽ ശൗലിനെ കുറിച്ച് വായിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ദാവീദിനെയും അവന്റെ കൂട്ടരെയും അവൻ ചുറ്റി വളഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 ശമൂവേൽ 23-ന്റെ 26-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുവൻ മരണഭയത്താൽ മറ്റൊരു ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് ബന്ധപ്പെടുമ്പോൾ അവന്റെ ശത്രു അവനെ ചുറ്റി വളയുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വലിയ വലിയ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ചിലരൊക്കെ ഒഴിഞ്ഞു പോകാൻ നമ്മളിങ്ങനെ ബന്ധപ്പെടാറുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളൊന്ന് അവസാനിച്ച് കിട്ടണം, എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്ത് നിന്നൊന്ന് തല ഊരണം, എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്ത് നിന്നൊന്ന് പുറത്തു വരണം. ഇങ്ങനെ ബന്ധപ്പെടുന്ന ചില ബന്ധപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന്റെ മറുഭാഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റി വളയേണ്ടതിന് നമ്മളെ ആക്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദൈവവചനം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിടുതലാണ്. ഈ ദൈവവചനത്താൽ ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് ശൗലിനെ ഒഴിഞ്ഞു പോകേണ്ടതിന് ബന്ധപ്പെട്ടു. എന്നാൽ ശൗൽ ദാവീദിനെ പിടിക്കേണ്ടതിന് ചുറ്റി വളയുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ദാവീദ് ശൗലിന്റെ കയ്യിൽ അകപ്പെടാറായി എന്നൊരു ഘട്ടം വരുമ്പോഴത്തേക്കും ശൗലിന്റെ കൊട്ടാരത്ത് നിന്ന് ഒരു ഭൃത്യൻ ഓടി വരികയാണ്. ഒരു ദൂതൻ ഓടി വന്നിട്ട് ശൗലിനോട് പറയുകയാണ്, നീ ദാവീദിനെ ഇപ്പോൾ വിട്ടുകളഞ്ഞേരെ, കാര്യം ഫെലിസ്ത്യർ വന്ന രാജ്യത്തെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന്
മടങ്ങി വന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള കാര്യം ആദ്യം ചെയ്യണം എന്ന് ഭൃത്യൻ വന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇവിടെയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം കിടക്കുന്നത്. ദാവീദ് പിടിക്കപ്പെടാനായിട്ട് പോവുകയാണ്. സ്പോട്ടിൽ ദൈവം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഫെലിസ്ത്യരെ ആ രാജ്യത്തിലേക്ക് അയക്കുകയും ശൗലിന്റെ അറ്റൻഷൻ ദാവീദിൽ നിന്ന് ഫെലിസ്ത്യരിലേക്ക് ദൈവം തിരിക്കുകയും ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സഹായങ്ങൾ നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ സ്നേഹിതരിൽ നിന്നും, നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്നും, നമ്മുടെ സഹപാഠികളിൽ നിന്നും, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയാണ്. പക്ഷെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നമ്മുടെ ശത്രുക്കളെ പോലും നമ്മുടെ സഹായത്തിനായി കൊണ്ടുവരുന്ന ദൈവമാണ്. ദാവീദിനെ പിടിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോഴത്തേക്കും ദൈവം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെലിസ്ത്യരെ ശൗലിന്റെ കൊട്ടാരത്തിലേക്കും പരിസരത്തിലേക്കും ദൈവം അയക്കുകയാണ്. പെട്ടെന്ന് ദാവീദിൽ നിന്നുള്ള ശ്രദ്ധ മാറി ശൗൽ ഫെലിസ്ത്യരെ കീഴടക്കേണ്ടതിന് കടന്നു പോകുന്നു. ഫെലിസ്ത്യരെ അവൻ തകർത്ത് കളയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വെല്ലുവിളിയുടെ നടുവിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിക്കാനുള്ള സകല സഹായഹസ്തങ്ങളും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച പലരും പകുതി വഴിക്ക് വെച്ച് നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ ഇന്ന് ഈ ദൈവവചനത്താൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് ദൈവം നിങ്ങൾക്കുള്ള സഹായത്തെ കൊണ്ടുവരുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ പോലും ആയിരിക്കാം എന്നുള്ളതാണ് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഫെലിസ്ത്യരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഗോലിയാത്തിനെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ദാവീദ് അവന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. പക്ഷെ അതേ ഫെലിസ്ത്യരെ അവന്റെ സഹായത്തിന് വേണ്ടിയിട്ട് അവൻ പോലും അറിയാതെ ദൈവം തിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലർ നിങ്ങളെ ചതിക്കുമ്പോൾ, ചിലർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ചിലർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, സീഫിയരെ പോലുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചതിക്കുഴികൾ ഒരുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൈവവചനത്താൽ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഈ ദൈവവചനം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെ എത്തിക്കാനായിട്ട് പോവുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുപാളയത്ത് നിന്നായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്ട്രാറ്റജികൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ കർമ്മ പരിപാടികൾ എപ്പോഴും വളരെ വ്യത്യസ്തതയുള്ളതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കത് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലാണ് ദാവീദ് 118 സങ്കീർത്തനം എഴുതിയെന്നാണ് ദൈവവചന ചിന്തകന്മാരുടെ അഭിപ്രായം. 118 സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും, യഹോവ എന്റെ പക്ഷത്തുണ്ട് എന്ന് ദാവീദ് പറയുന്ന ആ വാക്ക് എത്ര ഗംഭീരമാണ്, എത്ര ശ്രേഷ്ഠമാണ്, എത്ര മധുരമുള്ളതാണ്. അത് എനിക്ക് ഭയപ്പെടാനായിട്ട് യാതൊരു വകയുമില്ല, കാര്യം യഹോവ എന്റെ പക്ഷത്തുണ്ട്. തൊട്ട് താഴെ 7ാമത്തെ വാക്യം കുറച്ചുകൂടി രസമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ സീഫിയരുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും ഒക്കെ ദാവീദിനെ വിടുവിച്ചത് ദാവീദിന്റെ സേനാനായകന്മാരോ ദാവീദിന്റെ അനുരജന്മാരോ അല്ലെങ്കിൽ ദാവീദിന് സഹായം എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. അതിനേക്കാൾ അപ്പുറത്ത് ഫെലിസ്ത്യർ എന്ന് പറയുന്ന അവന്റെ ശത്രുപാളയത്ത് നിന്ന് ചിലർ വന്ന് ശൗലിന്റെ ശ്രദ്ധ തെറ്റിച്ച് ദാവീദിനെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. 8ാമത്തെ വാക്യം കൂടി പറഞ്ഞ് ഞാൻ ആ ചിന്തകളൊന്ന് അവസാനിപ്പിക്കാൻ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കൾ, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സഹായം ദൈവം എത്തിക്കുമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ശത്രുവിന്റെ പാളയത്ത് നിന്ന് പോലും എത്തിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. ഈ സന്ദേശത്തിന്റെ തലവാചകം മറന്നു പോകരുത്. ഈ തലവാചകം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ സഹായത്തിനായി ഉപയോഗിക്കുന്ന ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം, നമുക്ക് ധൈര്യത്തോടുകൂടെ പറയാം, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാനായിട്ട് കഴിയും. ദാവീദ് എന്ന ആ കൊച്ചു മനുഷ്യൻ പറഞ്ഞ ആ വാചകം പുതിയ നിയമത്തിൽ 2 തവണ അപ്പോസ്തലന്മാർ റീറൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റോമാലേഖനം 8ാമത്തെ അധ്യായം 28ാമത്തെ വാക്യത്തിലും എബ്രായ ലേഖനം 13ാമത്തെ അധ്യായം 6ാമത്തെ വാക്യത്തിലും ഈ വേദഭാഗം കോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സോ ധൈര്യപ്പെടുക, നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ദൈവം എത്തിക്കും. അത് നിങ്ങളുടെ ശത്രുവിന്റെ പാളയത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ കൂടെയും ദൈവം എത്തിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവവചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.